ദേവസ്വം ബോർഡിലേക്ക് നിങ്ങൾ മുസ്ലിങ്ങൾ അപ്പോയിന്റ് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ ചോദിക്കട്ടെ, വഖഫ് ബോർഡിന് സമാനമായിട്ടുള്ള അധികാരം നിങ്ങൾ ദേവസ്വം ബോർഡിന് കൊടുക്കുമോ? ഈ വഖഫ് ബോർഡിന് ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണെന്ന് സ്വമേധയാ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ഏതെങ്കിലും ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്നൊരു തർക്കം ഉടലെടുത്തു കഴിഞ്ഞാൽ വഖഫ് ബോർഡ് അത് പരിശോധിച്ച് സ്വന്തം നിലയിൽ പരിശോധന നടത്തിയിട്ട് അവർക്ക് ബോധ്യപ്പെട്ടാൽ അത് വഖഫ് ഭൂമിയായിട്ട് നോട്ടിഫൈ ചെയ്യാം. അങ്ങനെ നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭൂവുടമസ്ഥന്മാരുടെ എല്ലാ അവകാശവും അവിടെ സീസ് ചെയ്യപ്പെട്ടു. അവർക്ക് പിന്നെ നികുതി അടയ്ക്കാൻ പോലും പറ്റില്ല. ഇത് വഖഫ് ഭൂമി അല്ലെന്ന് പിന്നെ അവർ കോടതിയിൽ പോയി തെളിയിക്കണം. ബർഡൻ ഓഫ് പ്രൂഫ് അവരുടെ മുകളിലാണ്. ദേവസ്വം ബോർഡിന് ഒരു ഭൂമി ദേവസ്വം ഭൂമിയാന്ന് വാദം ഉണ്ടെന്ന് ഇരിക്കട്ടെ, ദേവസ്വം ബോർഡിന് എന്താ ചെയ്യാൻ പറ്റും? ഇതേപോലെ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ പറ്റുമോ? അവർ സാധാരണ ഏത് പൗരനെയും പോലെ സിവിൽ കോടതിയിൽ പോയി വർഷങ്ങളോളം കേസ് നടത്തിയിട്ട് ഈ ഭൂമി ദേവസ്വം ഭൂമിയാണെന്ന് സ്ഥാപിക്കണം. പിന്നെയും ഈ വിധി നടത്തിയെടുക്കാൻ വേണ്ടി വർഷങ്ങളോളം എക്സിക്യൂഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വഖഫ് ബോർഡിലുള്ളതുപോലെ ദേവസ്വം ബോർഡിൽ നോൺ മുസ്ലിംസിനെ അപ്പോയിന്റ് ചെയ്ത് ചോദിക്കണ്ടല്ലോ. വഖഫ് ബോർഡിനുള്ളൊരു സമാനമായിട്ടുള്ള അധികാരം ദേവസ്വം ബോർഡിന് കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അപ്പൊ തന്നെ നിങ്ങൾക്കറിയാലോ വഖഫ് ബോർഡിന് അന്യായവും അനിയന്ത്രിതവുമായിട്ടുള്ള അധികാരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ്.